അപ്പന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അമ്മമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, എല്ലാവരോടും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരെ സ്നേഹിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനുണ്ട്. നിങ്ങളെ സ്വന്തം പ്രാണൻ തന്ന് സ്വയമായിട്ട് നിനക്ക് പകരക്കാരനായിട്ട് മരിച്ച ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം അല്പനേരം നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, പൊതുവെ എല്ലാവരും പറയും ഇത് മതപരിവർത്തനമാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിലും ദൈവമില്ല. ക്രിസ്തീയ മതത്തിൽ അശേഷം ദൈവമില്ല. ഞാനൊരു ഹിന്ദു മതത്തിൽ നിന്ന് ഒരു ക്രിസ്തീയ മതത്തിലേക്ക് ഒരു മതവിശ്വാസിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു കള്ളുകുടിയനായിരുന്നില്ല. ഈസ്റ്ററിനും ക്രിസ്തുമസിനും കള്ളു കുടിക്കാം എന്നുള്ളൊരു നന്മയല്ലാതെ ക്രിസ്തീയ മതത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആരാണ് എന്നാണ് ഞാൻ പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ ക്രൂശിൽ തൂക്കിക്കിടന്നുകൊണ്ട് നിലവിളിക്കേണ്ടി വന്നു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അയ്യോ, അനേകരും അവനെ പരിഹസിക്കുകയാണ്. അവനെ തന്നെ രക്ഷിപ്പാൻ വഹിയ, പിന്നെ എങ്ങനെ നമ്മളെ രക്ഷിക്കും? ഇവൻ എങ്ങനെ ദൈവമായിട്ട് തീരും? മറ്റുള്ളവരെ കൊന്നും മറ്റുള്ളവരെ നശിപ്പിച്ചും കളയുന്നതാണ് ദൈവമെന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ ദൈവം സ്നേഹമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ